ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. 5 കോടിയിൽ പരം രൂപയുടെ നെഹ്റു വിജ്ഞാൻ സ്കോളർഷിപ്പുകൾ. Nehru Group of Institutions. നമസ്കാരം. ജില്ലാ വാർത്തകൾ. ലഹരിക്കെതിരെ സംസ്ഥാനത്തുടനീളം വിവിധ പരിപാടികളാണ് ഒരുക്കുന്നത്. ജില്ലയിൽ ലീഗൽ സർവീസ് അതോറിറ്റിയും കൊയിലാണ്ടി മാജിക് അക്കാദമിയും വേറിട്ട പരിപാടിയാണ് നടത്തിയത്. ലഹരി വിരുദ്ധ മാജിക് ഷോ. ഈ റിപ്പോർട്ട് കാണാം പ്രധാന വാർത്തകൾക്കു ശേഷം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് BSS അംഗീകൃത പാരാമെഡിക്കൽ കോഴ്സുകൾക്ക് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു. ഓൾ ഇന്ത്യ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് AIMI, തളി സമൂഹം റോഡ്, പാളയം, കോഴിക്കോട്, മുക്കം, എടവണ്ണപ്പാറ, താമരശ്ശേരി, അരീക്കോട്. വിസ്മയത്തിലൂടെ ലഹരിക്കെതിരെ ബോധവൽക്കരണവുമായി ലഹരി വിരുദ്ധ മാന്ത്രിക യാത്ര. വിദ്യാർത്ഥികൾക്കായി ജില്ലയിൽ സ്കൂളുകളിൽ യാത്ര തുടരും. തുടരെ പെയ്ത മഴയിൽ നഗരം വെള്ളത്തിൽ. പ്രധാന റോഡുകളിലെല്ലാം വെള്ളക്കെട്ട്. സർക്കാരിന്റെ ശുചീകരണ യജ്ഞം ഏറ്റെടുത്ത പോലീസുകാർ. ബീച്ച് ആശുപത്രിയും പരിസരവും ശുചീകരിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. ഹയർ സെക്കൻഡറി സ്കൂളുകളിലെ കുട്ടികൾക്കായി ലഹരിക്കെതിരെ വിസ്മയത്തിലൂടെ ബോധവൽക്കരണം നടത്തി ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിയും കൊയിലാണ്ടി മാജിക് അക്കാദമിയും. വിസ്മയം ജീവിതം ലഹരി വിമുക്തം എന്ന ലഹരി വിരുദ്ധ മാന്ത്രിക യാത്ര കോഴിക്കോട്ട് ആരംഭിച്ചു. ജില്ലയിലെ ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികൾക്ക് വേണ്ടി ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റിയും കൊയിലാണ്ടി മാജിക് അക്കാദമിയും ചേർന്ന് സംഘടിപ്പിക്കുന്ന ജില്ലാതല ലഹരി വിരുദ്ധ മാന്ത്രിക യാത്രയ്ക്ക് സെന്റ് ജോസഫ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ തുടക്കം കുറിച്ചു. വിസ്മയം ജീവിതം ലഹരി വിമുക്തം എന്ന പേരിൽ ഒരു മാസം നീളുന്ന മാന്ത്രിക യാത്രയാണ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബാബു പറശ്ശേരി മജീഷ്യൻ ശ്രീജിത്ത് വിയൂരിനൊപ്പം മാജിക് ചെയ്തുകൊണ്ട് ഉദ്ഘാടനം ചെയ്തത്. പുതിയ തലമുറയിലെ വക്താക്കൾ എന്നുള്ള നിലയിൽ മദ്യത്തിനും മയക്കുമരുന്നിനും എതിരായ പൊതുബോധം രാജ്യത്താകെ സന്നിവേശിപ്പിക്കാൻ ഉപകരിക്കും വിധം നിങ്ങളെല്ലാം അതിന്റെ പ്രചാരകരും പ്രവർത്തകരുമായി മാറട്ടെ. മാജിക് തൊപ്പി അണിഞ്ഞ് മാന്ത്രിക വടി കയ്യിലേന്തിയ ഉദ്ഘാടകനെ ആകാംക്ഷയോടെ കണ്ടുനിന്ന കുട്ടികൾക്ക് മുമ്പിൽ അദ്ദേഹം മാജിക് അവതരിപ്പിച്ച് ലഹരി വിരുദ്ധ സന്ദേശം കൈമാറി. ലഹരി എന്നെഴുതിയ കടലാസ് തുണ്ട് പ്രതീകാത്മകമായി കത്തിച്ച് ചാരമൊഴിഞ്ഞ പാത്രത്തിലിട്ടപ്പോൾ സന്തോഷത്തിന്റെയും പ്രതീക്ഷയുടെയും പ്രത്യാശയുടെയും പൂക്കൾ വിരിഞ്ഞു. ഒരു ലഹരിയും മക്കൾ ഉപയോഗിക്കാൻ പാടില്ല. ഒരു ലഹരിയും വളരെ പ്രതീകാത്മകമായി സിംബോളിക്കലായി ഞങ്ങൾ ഇത് കത്തിച്ചു കളയുകയാണ്. ഇത് കത്തിച്ചു കളയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ നിന്ന് ഇല്ലാതാവേണ്ടത് ലഹരിയോടുള്ള ആഭിമുഖ്യമാണ്. അതുകൊണ്ട് നമ്മളത് കത്തിച്ചു കളയുകയാണ്. ഉദ്ഘാടനത്തിനു ശേഷം മേപ്പൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകൻ കൂടിയായ യുവ മാന്ത്രികൻ ശ്രീജിത്ത് വിയൂർ ലഹരി വിരുദ്ധ ബോധവൽക്കരണ മാജിക് ഷോ നടത്തി. കൗമാരക്കാരിൽ വർദ്ധിച്ചുവരുന്ന ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗവും അതിന്റെ ദുരന്തഫലങ്ങളും പുതിയ കാലത്തെ വലിയ സാമൂഹിക വിപത്തായി മാറിയ സാഹചര്യത്തിൽ വിദ്യാർത്ഥികളെ ഏറ്റവും സ്വാധീനിക്കാവുന്ന കലാപ്രകടനത്തിലൂടെ ലഹരിയിൽ നിന്ന് മുക്തമാക്കാനുള്ള സന്ദേശം പകരലാണ് പരിപാടിയുടെ ലക്ഷ്യം. ചടങ്ങിൽ സബ് ജഡ്ജ് RL ബൈജു അധ്യക്ഷത വഹിച്ചു. ജില്ലാ കളക്ടർ UV ജോസ് മുഖ്യാതിഥിയായിരുന്നു. എഴുത്തുകാരി ഡോക്ടർ KP സുധീര, പ്രസ് ക്ലബ് പ്രസിഡന്റ് കമാൽ വരദൂർ തുടങ്ങിയവർ സംബന്ധിച്ചു. സാമൂഹിക പ്രശ്നങ്ങളിൽ ജനശ്രദ്ധ നേടി ഒരു മാന്ത്രികൻ. യുവമാന്ത്രികൻ ശ്രീജിത്ത് വിയൂരാണ് മാജിക് എന്ന കലയുടെ സാമൂഹിക സാധ്യതകൾ തുറന്നു കാട്ടുന്നത്. വർഷങ്ങളായി ഈ ലഹരിക്കെതിരെയുള്ള മാജിക് ഷോ ചെയ്യുന്നതുകൊണ്ട് ഒരുപാട് ലഹരി അടിമപ്പെട്ടവരെ നിങ്ങൾക്ക് നേരിട്ടറിയാം. അവരുടെ സംഘടനകൾ നിങ്ങൾക്ക് നേരിട്ടറിയാം. മാജിക്കിനെ കൂടുതൽ ജനപ്രിയമാക്കിയ കലയുടെ സാമൂഹിക സാധ്യതയെ തുറന്നുകാട്ടിയ മാന്ത്രികനാണ് ശ്രീജിത്ത് വിയൂർ.
ഈ യുവമാന്ത്രികൻ മാജിക്കിലൂടെ തുറന്നുകാട്ടിയ വിസ്മയങ്ങൾ സമൂഹത്തോടുള്ള അദ്ദേഹത്തിന്റെ പ്രതിബദ്ധതയാണ് തുറന്നുകാട്ടിയത്. കാരണം ലഹരിവിരുദ്ധ ബോധവൽക്കരണം, പരിസ്ഥിതി പ്രശ്നങ്ങൾ, സ്ത്രീ സുരക്ഷ തുടങ്ങിയ വിഷയങ്ങൾ ഉൾപ്പെടുത്തി മാജിക്കിലൂടെ ശ്രീജിത്ത് കാണിക്കുന്നത് മായാജാലം മാത്രമല്ല, സന്ദേശം കൂടിയാണ്. ഇതിൽ മാജിക്കിനല്ല പ്രാധാന്യം, മാജിക്കിലൂടെ ഒരു വലിയ സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ് ഞങ്ങളുടെ ലക്ഷ്യം. പ്രത്യേകിച്ച് കൗമാരക്കാരായ മക്കളോട് അവർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു കലയിലൂടെ, ശ്രദ്ധിച്ചിരിക്കുന്ന കലയിലൂടെ ഒരു കാര്യം പറയുമ്പോൾ വിരസമായേക്കാവുന്ന ഒരു പ്രസംഗത്തെക്കാൾ കൂടുതൽ ആ സന്ദേശം അവർ സ്വീകരിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള ഉത്തമ ബോധ്യത്തിലാണ് ഈ പരിപാടി ഞങ്ങൾ അവതരിപ്പിക്കുന്നത്. പ്രത്യേകിച്ച് അധ്യാപന എന്ന രീതിയിൽ എനിക്കറിയാം കൗമാരക്കാർക്കിടയിലുള്ള ലഹരിയുടെ ഉള്ള ആഭിമുഖ്യവും അതിന്റെ ദുരന്ത ഫലങ്ങളും വ്യക്തമായ ബോധമുള്ള ഒരു അധ്യാപകനാണ് ഞാൻ. പ്രശസ്തനായ മാന്ത്രികൻ വിയൂർ ശ്രീധരന്റെ മകനാണ് ശ്രീജിത്ത്. ഇദ്ദേഹത്തിന് ഇന്ന് കൊയിലാണ്ടിയിൽ ഒരു മാജിക് അക്കാദമിയുണ്ട്. ലോക പുകയില വിരുദ്ധ ദിനത്തിൽ പൊതുജനങ്ങൾക്കായി ലഹരി വിരുദ്ധ മാജിക് അവതരിപ്പിച്ചുകൊണ്ടാണ് അക്കാദമിയുടെ സാമൂഹ്യരംഗത്തെ തുടക്കം. മേപ്പൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഇംഗ്ലീഷ് അധ്യാപകനായ ശ്രീജിത്ത് ഇതോടെ സാമൂഹ്യ പ്രശ്നങ്ങളിൽ ജനശ്രദ്ധ നേടിയ ഒട്ടേറെ മാജിക്കുകൾ ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നടത്തിയിട്ടുണ്ട്. അധ്യാപനവും മാജിക്കും ഒരുമിച്ച് കൊണ്ടുപോകുന്ന ഈ മാന്ത്രികൻ ക്ലാസ് മുറികളിലെ വിരസ നിമിഷങ്ങൾ ഒഴിവാക്കാൻ ജില്ലയിലെ പ്രൈമറി അധ്യാപകർക്ക് ക്ലാസ്സിൽ അവതരിപ്പിക്കാൻ മാജിക്കുകൾ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. സമൂഹത്തിന് ശ്രീജിത്തിന്റെ മാജിക് പകർന്നു നൽകുന്നത് വിസ്മയങ്ങൾ മാത്രമല്ല, സന്ദേശം കൂടിയാണ്. അതുകൊണ്ട് ശ്രീജിത്തിന്റെ മാജിക് സമൂഹത്തിന് ഇന്ന് ആവശ്യമാണ്. കോഴിക്കോട് നഗരത്തിൽ കനത്ത മഴ. സ്റ്റേഡിയം ജംഗ്ഷനും പൂന്താനം റോഡും വെള്ളത്തിൽ മുങ്ങി. ഇരുചക്രവാഹനങ്ങളും കാൽനട യാത്രക്കാരും വെള്ളക്കെട്ടിൽ കുടുങ്ങി. കനത്ത മഴയെ തുടർന്ന് നഗരത്തിലെ പ്രധാന പാതയായ പൂന്താനം റോഡും സ്റ്റേഡിയം ജംഗ്ഷനും വെള്ളത്തിനടിയിലായി. റോഡിൽ വെള്ളം കവിഞ്ഞ് ഫുട്പാത്തിലേക്കും കെട്ടിടങ്ങളുടെ ഉള്ളിലേക്കും കയറി. ഇരുചക്രവാഹനങ്ങൾ പലതും വെള്ളക്കെട്ടിൽ എഞ്ചിൻ ഓഫായി തള്ളി കരയ്ക്കു കയറ്റി. കാറുകളുടെ എഞ്ചിനുള്ളിലേക്കും കയറാവുന്ന തരത്തിൽ റോഡിൽ വെള്ളമുയർന്നു. എവിടെയാണ് കുഴിയെന്നോ എവിടെയാണ് റോഡെന്നോ തിരിച്ചറിയാനാവാതെ കാൽനട യാത്രക്കാരും വെള്ളക്കെട്ടിൽ കുടുങ്ങി. ഓടകളിൽ വെള്ളമൊഴുക്ക് തടസ്സപ്പെട്ടതാണ് റോഡിൽ ഒരു മഴ പെയ്യുമ്പോഴേക്കും വെള്ളമുയരാൻ കാരണമാകുന്നത്. ഓടകളിലെ അഴുക്കുവെള്ളം റോഡിൽ പരക്കുന്നത് പകർച്ചവ്യാധികളെ വിളിച്ചു വരുത്തുകയാണ്. മഴക്കാലപൂർവ്വ ശുചീകരണവും അഴുക്കുചാൽ വൃത്തിയാക്കലും നടക്കുന്നു എന്ന് പറയുന്നുണ്ടെങ്കിലും വർഷങ്ങളായി ഈ ഭാഗത്തെ വെള്ളക്കെട്ടിന് ഇനിയും പരിഹാരമാകുന്നില്ല. ഒരു മഴ പെയ്യുമ്പോഴേക്കും വർഷകാലത്തിന്റെ മുഴുവൻ യാതനകളും ഈ ഭാഗത്തെ കച്ചവടക്കാരും യാത്രക്കാരും അനുഭവിക്കുകയാണ്. മഴക്കാലത്ത് കോഴിക്കോട് നഗരത്തിലിറങ്ങിയാൽ ഇങ്ങനെയിരിക്കും. വെള്ളക്കെട്ടിൽ എങ്ങോട്ട് തിരിയണമെന്നോ നടക്കണമെന്നോ അറിയാതെ നട്ടം തിരിയുന്ന അവസ്ഥ. ക്യാമറാമാൻ കൃതേഷ് വേങ്ങേരി പകർത്തിയ ദൃശ്യങ്ങൾ. വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. All I need is you by my side, so shine forever, world's fine as gold. You will never be far, like stars on the night sky, raining deep in my heart. Bobby Gemanur International Jewelers. വിദ്യാഭ്യാസ രംഗത്ത് വിജയത്തിന്റെയും വിശ്വാസത്തിന്റെയും ഉത്കൃഷ്ടമായ 50 വർഷങ്ങൾ സമ്മാനിച്ച നെഹ്റു ഗ്രൂപ്പിന്റെ കോളേജുകളിൽ ഗവൺമെന്റ് ഫീസിനേക്കാൾ കുറവിൽ പഠിക്കാൻ സുവർണാവസരം. 5 കോടിയിൽ പരം രൂപയുടെ നെഹ്റു വിജ്ഞാൻ സ്കോളർഷിപ്പുകൾ, മറ്റാർക്കും നൽകാനാവാത്ത ഫീസ് ഇളവുകൾ. എല്ലാ കോഴ്സുകളിലേക്കുമുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. നെഹ്റു ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. കല്യാണത്തിന്റെ സ്റ്റേജ് ഡെക്കോർ ഈ പെയിന്റിംഗ് പോലെ ചെയ്താ എത്ര നന്നായിരിക്കും അല്ലേ? വെഡിംഗ് പ്ലാനർ അത് ഓൾറെഡി ഡിസൈൻ ചെയ്തിട്ടുണ്ട് and we all liked it. ഏയ്, എന്റെ ഒരു പിക്ചറെങ്കിലും എക്സാക്ട്ലി മുന്താസിനെ പോലെ വേണം. We already have a plan. അമ്മേ, കല്യാണത്തിനിടാണ്ട ഇതുപോലത്തെ ജ്വല്ലറി നന്നാവും. കല്യാണത്തിന് വേണ്ട എല്ലാ ജ്വല്ലറിയും മീനാൻഡി ഓൾറെഡി വാങ്ങിയിട്ടുണ്ട് ആൻഡ് ഇറ്റ്സ് റിയലി വെരി നൈസ്. അതല്ല, ഇതാ
വർണ്ണങ്ങളുടെ പെരുന്നാൾ. എനിക്കിത് ഫാഷന്റെ പെരുന്നാൾ. എനിക്കിത് വിസ്മയങ്ങളുടെ പെരുന്നാൾ. എനിക്കിത് ഡിസൈനുകളുടെ പെരുന്നാൾ. കല്യാൺ സിൽക്സ് അവതരിപ്പിക്കുന്നു മെഹ്ഫിൽ, ഇന്ത്യയിലെ ഏറ്റവും വലിയ റംസാൻ സ്പെഷ്യൽ കളക്ഷൻസ്, ഇന്ത്യയിലെ ഏറ്റവും കുറഞ്ഞ വിലയിൽ. ഈ ചെറിയ പെരുന്നാൾ നമുക്ക് വലിയ ആഘോഷമാക്കാം. കല്യാൺ സിൽക്ക്. വാർത്തകൾ തുടരുന്നു. സർക്കാരിന്റെ ശുചീകരണ യജ്ഞത്തിൽ പങ്കാളികളായി നഗരത്തിലെ പോലീസുകാർ. 120ഓളം പോലീസുകാർ ചേർന്നാണ് ബീച്ച് ആശുപത്രി പരിസരം വൃത്തിയാക്കിയത്. കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ, കേരള പോലീസ് അസോസിയേഷൻ എന്നിവയുടെ ജില്ലാ ഘടകങ്ങൾ സംയുക്തമായാണ് ബീച്ച് ഹോസ്പിറ്റൽ പരിസരം ശുചിയാക്കിയത്. മേയർ തോട്ടത്തിൽ രവീന്ദ്രൻ ശുചീകരണ യജ്ഞം ഉദ്ഘാടനം ചെയ്തു. 120ഓളം പോലീസുകാർ ചേർന്ന് രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 12 മണിവരെയാണ് ശുചീകരണം നടത്തിയത്. സർക്കാരിന്റെ നേതൃത്വത്തിൽ കേരളത്തിലെ ജനങ്ങളും സംഘടനകളും 26, 27, 28 തീയതികളിൽ നടത്താൻ തീരുമാനിച്ച ശുചീകരണ യജ്ഞത്തിന്റെ ഭാഗമായാണ് പോലീസ് സംഘടനകളുടെ നേതൃത്വത്തിൽ ബീച്ച് പരിസരം വൃത്തിയാക്കിയത്. അനാവശ്യമായി വളർന്ന കാടുകൾ വെട്ടി വൃത്തിയാക്കുകയും മാലിന്യങ്ങൾ JCB ഉപയോഗിച്ച് വൃത്തിയാക്കുകയും ചെയ്തു. തുടർച്ചയായി പെയ്ത മഴയെ അവഗണിച്ചാണ് സേനാംഗങ്ങൾ പ്രവർത്തികൾ നടത്തിയത്. 27, 28 തീയതികളിൽ ജില്ലയിലെ വിവിധ സ്റ്റേഷനുകളുടെ പരിസരവും വൃത്തിയാക്കുമെന്നും ഉദ്യോഗസ്ഥർ അറിയിച്ചു. കരനെൽ കൃഷി ഇറക്കി ഒളവണ്ണ വാർഡ് മെമ്പർമാരും കൃഷിഭവനും. 5 ഏക്കർ സ്ഥലത്താണ് ഇവർ കൃഷി ഇറക്കിയത്. PT റഹീം MLA വിത്തിറക്കി ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. വാർഡ് മെമ്പർമാരും കൃഷിഭവനും ചേർന്ന് കരനെൽ കൃഷി വിത്തിറക്കി. ഒളവണ്ണ ഗ്രാമപഞ്ചായത്തിൽ നിന്നാണ് ഈ നല്ല വാർത്ത. ഒളവണ്ണ ഗ്രാമപഞ്ചായത്തിലെ വാർഡ് അംഗങ്ങളും ഒളവണ്ണ കൃഷിഭവനും ചേർന്നാണ് 5 ഏക്കറിൽ കരനെൽ കൃഷി ആരംഭിച്ചത്. മാമ്പുഴയ്ക്ക് സമീപം നാഗത്തുംപാടം കരുപ്പാൽ പറമ്പിലാണ് കൃഷിയിടം. മെമ്പർമാരും പ്രദേശവാസികളും തൊഴിലുറപ്പ് പ്രവർത്തകരും ചേർന്ന ചടങ്ങിൽ PT റഹീം MLA വിത്തിറക്കൽ ഉദ്ഘാടനം ചെയ്തു. നമുക്ക് തന്നെ നമ്മളുടെ വിഭവങ്ങൾ ഉണ്ടാക്കാനുള്ള ഒരു പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് പുതിയ സംവിധാനങ്ങളുമായി സർക്കാർ മുന്നോട്ട് വന്നിട്ടുള്ളത്. അതിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഈ ഒരു കരനെൽ കൃഷി ഇവിടെ നമ്മൾ ആരംഭിക്കുന്നത്. ചിരക്കാട്ട് കുടുംബം ഈ സ്ഥലം നമുക്ക് സൗജന്യമായി കൃഷിക്ക് വേണ്ടി തന്നു. സന്തോഷകരമായൊരു കാര്യമാണ്. തൊഴിലുറപ്പ് പ്രവർത്തകരാണ് കൃഷിപ്പണികൾ ചെയ്യുന്നത്. തൊഴിലുറപ്പ് പദ്ധതി പ്രവൃത്തി അല്ലാത്തതിനാൽ മെച്ചപ്പെട്ട കൂലി നൽകിയാണ് ഇവരെ കൃഷിയുമായി സഹകരിപ്പിക്കുന്നത്. വിത്തിറക്കൽ ചടങ്ങിൽ കൃഷി ഓഫീസർ, ഒളവണ്ണ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്, മെമ്പർമാർ തുടങ്ങിയവർ സംസാരിച്ചു. CM മഖാം 27-ാം ഉറൂസ് മുബാറക്കിന് ജൂൺ 29-ന് തുടക്കമാകും. സമസ്ത പ്രസിഡന്റ് സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ നേതൃത്വത്തിൽ നടക്കുന്ന മഖാം സിയാറത്തോടെ പരിപാടിക്ക് തുടക്കമാകുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. പ്രമുഖ തീർത്ഥാടന കേന്ദ്രമായ CM മക്കാം ഷെരീഫിലെ 27-ാം ഉറൂസ് മുബാറക് ജൂൺ 29 മുതൽ ജൂലൈ 3 വരെ മടവൂരിൽ നടക്കുമെന്ന് സ്വാഗത സംഘം ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഈ വർഷത്തെ ഉറൂസ് മുബാറക്കിന് സമസ്ത പ്രസിഡന്റ് സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ നേതൃത്വത്തിൽ നടക്കുന്ന മക്കാം സിയാറത്തോടെ ജൂൺ 29-ന് രാവിലെ 10 മണിക്ക് തുടക്കമാവും. CM കുഞ്ഞിമാഹിൻ മുസ്ലിയാർ കൊടിയുയർത്തും. തുടർന്നുള്ള ദിനങ്ങളിൽ മതപണ്ഡിതന്മാർ ഒത്തുചേരും. ഈ ആഴ്ച രാവിലെ 9 മണിക്ക് സമസ്തകല ജമിയത്തുൽ ഉലമയുടെ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ മഹാനവറുകളുടെ നേതൃത്വത്തിൽ നടക്കുന്ന മക്കാം സിയാറത്തോടു കൂടിയാണ് ഈ വർഷത്തെ പരിപാടിക്കൊക്കെ തുടക്കം കുറിക്കുന്നത്. തുടർന്ന് സ്വാഗത സംഘത്തിൻ്റെ ചെയർമാൻ CM കുഞ്ഞിമാഹിൻ മുസ്ലിയാർ കൊടിയുയർത്തും. അതിനുശേഷം അവിടെ ഒരു മൗലിദ് സദസ്സും അതുപോലെ തന്നെ പരിശുദ്ധ ഖുർആൻ പാരായണവും അടങ്ങുന്ന ഒരു ഒത്തിരി സദസ്സും നടക്കും. അത് കഴിഞ്ഞ് അന്ന് ഉച്ചയ്ക്ക് ശേഷം നടക്കുന്ന പണ്ഡിത സംഗമം അവിടുത്തെ സ്ഥാപനത്തിലെ ജാമിയ അശ്ശരിയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളും മുമ്പേ പഠിച്ചു പോയവരും അതോടൊപ്പം തന്നെ ഇപ്പോൾ നിലവിൽ അവിടെ പുറമെ നിന്ന് വന്നുകൊണ്ട് ബിരുദധാരികളായ ആളുകൾക്ക് വേണ്ടി സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന തഹസ്സുസ് എന്ന് പറയുന്ന കോഴ്സ്, ആ കോഴ്സിൽ പഠിക്കുന്ന ആളുകളെല്ലാം സംഗമിക്കുന്ന പണ്ഡിത സംഗമത്തിന്റെ ഉദ്ഘാടനം ജൂലൈ 3-ന് രാവിലെ മുതൽ വൈകിട്ട് വരെ നടക്കുന്ന അന്നദാനത്തോടെ 27-ാം ഉറൂസ് മുബാറക്കിന് സമാപനവും കുറിക്കും. ലഹരിക്കെതിരെ യുവാക്കൾക്ക് തിരിച്ചറിവ് നൽകി പുതിയ നിരത്ത് നാട്ടുകൂട്ടത്തിന്റെ തെരുവ് നാടകം. കോഴിക്കോട് ബീച്ചിലാണ് ലഹരി വിരുദ്ധ ദിനാചരണത്തിന്റെ ഭാഗമായി തിരിച്ചറിവ് എന്ന നാടകം അവതരിപ്പിച്ചത്. ആരും പ്രയാസപ്പെടണ്ട, ഞാൻ എങ്ങനെയെങ്കിലും പോയിക്കോളാം. ശാരദേ, അധികം താമസിയാണ്ട് എന്നെ ആവശ്യം വരും. വേഗം കൊണ്ട് പോന്നോണ്ടി.
ഇവിടെ നിന്നാലേ വെള്ളം കിട്ടാണ്ട പുഴുത്ത് ചാവും. രാജ്യാന്തര ലഹരി വിരുദ്ധ ദിനാചരണത്തിന്റെ ഭാഗമായി പുതിയ നിരത്ത് നാട്ടുകൂട്ടം കലാസാംസ്കാരിക വേദി ബീച്ചിൽ തിരിച്ചറിവ് എന്ന തെരുവ് നാടകം അവതരിപ്പിച്ചു. ലഹരി വലയിൽ കുടുങ്ങുന്ന കുട്ടികളുടെ അവസ്ഥ തുറന്നു കാട്ടുന്നതായിരുന്നു നാടകം. ധീരജ് പുതിയ നിരത്ത് നാടകത്തിന്റെ രചനയും സംവിധാനവും നിർവഹിച്ചു. ബിജുരാജ് പുതിയ നിരത്ത്, കാവ്യ സുരേഷ്, സജു മൊകവൂർ, രജീഷ് പാവങ്ങാട്, ഷൈജു ചെട്ടികുളം, അരുൺ എരഞ്ഞിക്കൽ എന്നിവരാണ് അഭിനേതാക്കൾ. പരിസ്ഥിതി ചൂഷണത്തിനെതിരെയും 25 മിനിറ്റോളം വരുന്ന നാടകത്തിൽ പരാമർശിച്ചു. ലഹരി വിരുദ്ധ ദിനാചരണത്തിന്റെ ഭാഗമായി ബീച്ചിൽ 5 സ്ഥലങ്ങളിൽ നാടകം അവതരിപ്പിച്ചു. റെയിൽവേ ട്രാക്കിൽ വെച്ച് അയാൾ എന്നെ ക്രൂരമായി മാനഭംഗപ്പെടുത്തി. എന്നാൽ ഇന്ന് തിങ്ങി നിറഞ്ഞ കോടതി മുറിയിൽ വെച്ച് അയാളുടെ വക്കീൽ എന്റെ അമ്മയെ ക്രൂരമായി മാനഭംഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. നിങ്ങൾ ഇതൊന്നും കാണുന്നില്ലേ? എനിക്ക് നീതി കിട്ടണം, നമുക്ക് നീതി കിട്ടണം. We want justice. വാർത്തകളിൽ മറ്റൊരു ഇടവേള കൂടി. എനിക്കിത് വർണ്ണങ്ങളുടെ പെരുന്നാൾ, എനിക്കിത് ഫാഷന്റെ പെരുന്നാൾ, എനിക്കിത് വിസ്മയങ്ങളുടെ പെരുന്നാൾ, എനിക്കിത് ഡിസൈനുകളുടെ പെരുന്നാൾ. കല്യാൺ സിൽക്സ് അവതരിപ്പിക്കുന്നു മെഹ്ഫിൽ, ഇന്ത്യയിലെ ഏറ്റവും വലിയ റംസാൻ സ്പെഷ്യൽ കളക്ഷൻസ്, ഇന്ത്യയിലെ ഏറ്റവും കുറഞ്ഞ വിലയിൽ. ഈ ചെറിയ പെരുന്നാൾ നമുക്ക് വലിയ ആഘോഷമാക്കാം. കല്യാൺ സിൽക്ക്. വിദ്യാഭ്യാസ രംഗത്ത് വിജയത്തിന്റെയും വിശ്വാസത്തിന്റെയും ഉത്കൃഷ്ടമായ 50 വർഷങ്ങൾ സമ്മാനിച്ച നെഹ്റു ഗ്രൂപ്പിന്റെ കോളേജുകളിൽ ഗവൺമെന്റ് ഫീസിനേക്കാൾ കുറവിൽ പഠിക്കാൻ സുവർണാവസരം. 5 കോടിയിൽ പരം രൂപയുടെ നെഹ്റു വിജ്ഞാൻ സ്കോളർഷിപ്പുകൾ, മറ്റാർക്കും നൽകാനാവാത്ത ഫീസ് ഇളവുകൾ. എല്ലാ കോഴ്സുകളിലേക്കുമുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. നെഹ്റു ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. I need is you by my side, so shine forever, world's fine as gold. You will never be far, like stars on the night sky, raining deep in my heart. Chemanur. Bobby Chemanur International Jewelers. വാർത്തകൾ തുടരുന്നു. ബ്രാഹ്മണിക് ഭീകരതയ്ക്കെതിരെ നഗരത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. ജുനൈദ് വധത്തിൽ പ്രതിഷേധിച്ച് ശവമഞ്ചവും പ്ലക്കാർഡുകളുമേന്തി പ്രവർത്തകർ ബീച്ചിൽ പ്രകടനം നടത്തി. ബ്രാഹ്മണിക് ഭീകരതയ്ക്കെതിരെ കോഴിക്കോട്ട് പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചു. ഗോരക്ഷയുടെ പേരിൽ മുസ്ലിങ്ങളെ കൊല്ലുന്നുവെന്നാരോപിച്ച് ഫേസ്ബുക്ക് കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. ഗോമാംസം കൈവശം വെച്ചുവെന്നാരോപിച്ച് മർദ്ദിച്ച് കൊലപ്പെടുത്തിയ ജുനൈദിന്റെ അവസ്ഥ മറ്റൊരാൾക്കും ഉണ്ടാകരുതെന്നും ഇവർ ആവശ്യപ്പെട്ടു. പ്രതിഷേധ സൂചകമായി ശവമഞ്ചവും പ്ലക്കാർഡുകളുമായി പ്രവർത്തകർ ബീച്ചിൽ പ്രകടനം നടത്തി. സമീർ ബിൻസി, ഷഫീഖ് കൊടിഞ്ഞി, ജയ്സൽ പരപ്പനങ്ങാടി എന്നിവർ പ്രസംഗിച്ചു. സന്തോഷത്തിന്റെയും ആഹ്ലാദത്തിന്റെയും നിമിഷങ്ങൾ ആവോളം നുകർന്ന് ചെറിയ പെരുന്നാൾ സായാഹ്നം. മഴ മാറി നിന്ന ഇടവേളയിൽ കോഴിക്കോട് കടപ്പുറം ജനനിബിഡമായി. പെരുന്നാൾ ദിനത്തിൽ രാവിലെ തുടങ്ങിയ മഴ ഉച്ചയോടെയാണ് അല്പം ശമിച്ചത്. ഇത് ജനങ്ങൾക്ക് ഏറെ സൗകര്യപ്രദമായി. വീട്ടിലെ ആഘോഷങ്ങൾക്കു ശേഷം ബീച്ചിലെ സായാഹ്നം ആസ്വദിക്കാൻ ജനസമുദ്രമാണ് കടപ്പുറത്തേക്ക് എത്തിയത്. ചെറിയ പെരുന്നാൾ സായാഹ്നത്തിൽ ആഘോഷവും ആർപ്പുവിളികളും സന്തോഷവുമായി കുടുംബസമേതം ബീച്ചിലേക്ക് ജനങ്ങൾ ഒഴുകിയതോടെ പാതകളിലെല്ലാം ഗതാഗതക്കുരുക്കും അനുഭവപ്പെട്ടു. തിരക്കും അമിത ആഹ്ലാദ പ്രകടനവും നിയന്ത്രിക്കാൻ ബീച്ചിൽ പോലീസിനെയും വിന്യസിച്ചിരുന്നു. തിരക്കിൽ കുട്ടികൾ കൂട്ടം തെറ്റാതിരിക്കാൻ ലൈഫ് ഗാർഡുകളും നിരീക്ഷണത്തിന് ഉണ്ടായിരുന്നു. രാവിലെ ഈദ്ഗാഹുകൾക്കും പ്രാർത്ഥനകൾക്കും എത്തിച്ചേരാൻ വിശ്വാസികൾക്ക് മഴ തടസ്സമായെങ്കിലും വൈകുന്നേരത്തെ ആഹ്ലാദാരവങ്ങൾക്കും ഒത്തുചേരലിനും അനുമതി നൽകി മഴയും മാറി നിന്നു. മാറാട് സാഗരസരണി ചക്കവളപ്പിൽ വിഞ്ഞാഴത്ത് രാജ്കുമാറിന് ചികിത്സാ സഹായം വിതരണം ചെയ്തു. 49ാം ഡിവിഷൻ കൗൺസിലർ പൊന്നത്ത് ഷൈമ ധനസഹായം കൈമാറി.
രാജ്കുമാർ ദീർഘകാലമായി ഹൃദയ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലാണ്. ഭാര്യയും +2 വിദ്യാർത്ഥിയുമായ മകനുമടങ്ങുന്ന കുടുംബം പുലർത്താൻ തുന്നൽ പണിയെടുത്തിരുന്ന രാജ്കുമാറിന് അസുഖമായതോടെ അതിനും കഴിയുന്നില്ല. സ്വന്തമായി ഒരു വീട് പോലുമില്ല. ചികിത്സാ ചെലവുകൾ താങ്ങാവുന്നതിൽ അപ്പുറമായതോടെ നാട്ടുകാർ ചേർന്നാണ് ചികിത്സാ സഹായ കമ്മിറ്റി രൂപീകരിച്ചത്. കമ്മിറ്റി സ്വരൂപിച്ച ധനസഹായം കൌൺസിലർ ഷൈമ പൊന്നത്ത് വിതരണം ചെയ്തു. പൊന്നക്കമ്പാട്ട് സുരേന്ദ്രൻ, ദിലീപ് കുമാർ, ആലപ്പാട്ട് ജയപ്രകാശൻ തുടങ്ങിയവരും നാട്ടുകാരും ധനസഹായ വിതരണ ചടങ്ങിൽ പങ്കെടുത്തു. ബേപ്പൂർ പാലിയേറ്റീവ് കെയർ സൊസൈറ്റിക്കായി ബെഡ്ഷീറ്റുകൾ വിതരണം ചെയ്തു. റോട്ടറി പ്രസിഡന്റ് ടി സുരേഷ് വിതരണോദ്ഘാടനം നിർവഹിച്ചു. ബേപ്പൂർ പാലിയേറ്റീവ് കെയർ സൊസൈറ്റിക്കായി ബെഡ്ഷീറ്റുകൾ വിതരണം ചെയ്തു. റോട്ടറി ക്ലബ്ബ് കോഴിക്കോടിന്റെ നേതൃത്വത്തിലാണ് കിടക്കവരികൾ നൽകിയത്. റോട്ടറി പ്രസിഡന്റ് ടി സുരേഷ് വിതരണോദ്ഘാടനം നിർവഹിച്ചു. പേരോത്ത് പ്രകാശൻ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. എടത്തൊടി രാധാകൃഷ്ണൻ, ഹരിദാസൻ നമ്പ്യാർ, പി ദിവാകരൻ, ടി പി രാമചന്ദ്രൻ, കെ കോമു എന്നിവരും സംസാരിച്ചു. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലഹരിക്കെതിരെയുള്ള പ്രവർത്തനങ്ങൾ ശക്തമാക്കുന്നതിനും ലഹരി വിരുദ്ധ സന്ദേശം കൈമാറുന്നതിനുമായി ഒരു ദിനം കൂടി കടന്നെത്തി. സംസ്ഥാനത്തുടനീളം ലഹരിക്കെതിരെ കൈകൊണ്ട പരിപാടികളാണ് കോഴിക്കോട് ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റിയുടെയും കസബ സ്റ്റേഷന്റെയും ജനമൈത്രി പോലീസിന്റെയും ORC റിസോഴ്സ് ഗ്രൂപ്പിന്റെയും സംയുക്ത ആഭിമുഖ്യത്തെ തെരുവ് നാടകം ഏറെ ശ്രദ്ധേയമായി. ഒരു ദിനാചരണം എന്നതിനപ്പുറത്തേക്ക് ലഹരിക്ക് അടിമപ്പെട്ടവരെ അതിൽ നിന്നും രക്ഷിച്ച് ജീവിതത്തിലേക്ക് തിരിച്ചുകൊണ്ടുവരുവാനും പുതിയ തലമുറ അതിലകപ്പെടാതിരിക്കുവാനും ഓരോരുത്തരും കൈകോർക്കണമെന്ന സന്ദേശമാണ് നാടകം തുറന്നുകാട്ടിയത്. മെഡിക്കൽ കോളേജ് പരിസരത്തും KSRTC പാളയം ബസ് സ്റ്റാൻഡ് പരിസരം കിണർ തുടങ്ങിയ സ്ഥലങ്ങളിലും നാടകം നടന്നു. പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന പരിപാടി മേയർ തോട്ടത്തിൽ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. സബ് ജഡ്ജ് RL ബൈജു, കസബ CI പ്രമോദ് തുടങ്ങിയവർ സംബന്ധിച്ചു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartakal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വിസ്മയത്തിലൂടെ ലഹരിക്കെതിരെ ബോധവൽക്കരണവുമായി ലഹരി വിരുദ്ധ മാന്ത്രിക യാത്ര. വിദ്യാർത്ഥികൾക്കായി ജില്ലയിൽ സ്കൂളുകളിൽ യാത്ര തുടരും. തുടരെ പെയ്ത മഴയിൽ നഗരം വെള്ളത്തിൽ. പ്രധാന റോഡുകളിലെല്ലാം വെള്ളക്കെട്ട്. സർക്കാരിന്റെ ശുചീകരണ യജ്ഞം ഏറ്റെടുത്ത് പോലീസുകാർ. ബീച്ച് ആശുപത്രിയും പരിസരവും ശുചീകരിച്ചു. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് BSS അംഗീകൃത പാരാമെഡിക്കൽ കോഴ്സുകൾക്ക് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു. ഓൾ ഇന്ത്യ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് AIMI, തളി സമൂഹം റോഡ്, പാളയം, കോഴിക്കോട്, മുക്കം, എടവണ്ണപ്പാറ, താമരശ്ശേരി, അരീക്കോട്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers. 5 കോടിയിൽ പരം രൂപയുടെ നെഹ്റു വിജ്ഞാൻ സ്കോളർഷിപ്പുകൾ. നെഹ്റു ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്.